കോഴിക്കോട് കോടഞ്ചേരിയിൽ നിന്ന് ദാരുണമായ ഒരു വാർത്ത വരുന്നു. സഹോദരങ്ങളായ കുട്ടികൾ ഷോക്കേറ്റ് മരിച്ചു. തോട്ടിൽ മീൻ പിടിക്കാനിറങ്ങിയ കുട്ടികളാണ് മരിച്ചത്. കോടഞ്ചേരി നിരന്നപ്പാറ ബിജുവിന്റെ മക്കളാണ്. 13ഉം 15ഉം വയസ്സുള്ള കുട്ടികളാണ് മരിച്ചത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എങ്ങനെയാണ് ഈ തോട്ടിൽ മീൻ പിടിക്കാനിറങ്ങിയ കുട്ടികൾക്ക് ഷോക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്? എപ്പോഴായിരുന്നു സംഭവം? ശ്രീജ, ഇന്ന് വൈകിട്ട് 6:00 സംഭവം ഉണ്ടായത്. ശക്തമായ മഴയും കാറ്റുമാണ് ഈ കോടഞ്ചേരിയിലെ പല പ്രദേശങ്ങളിലും നിലനിൽക്കുന്നത്. വീടിനോട് ചേർന്നുള്ള തോട്ടിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയതായിരുന്നു ഈ രണ്ട് കുട്ടികളും. ഈ മീൻ പിടിക്കാൻ ഇറങ്ങിയ സമയത്ത് ശക്തമായ കാറ്റടിക്കുകയും സമീപത്ത് തന്നെയുള്ള തേക്ക് മരത്തിന്റെ കൊമ്പൊടിഞ്ഞ് കാറ്റിൽ വൈദ്യുതി ലൈനിൽ പതിക്കുകയായിരുന്നു. തുടർന്ന് വൈദ്യുതി പോസ്റ്റ് ഈ തോട്ടിലേക്ക് വീണു എന്നാണ്. ഈ ലൈൻ തോട്ടിൽ വീണതോടുകൂടി അതിൽ നിന്നും വൈദ്യുതി ആഘാതം ഏറ്റാണ് കുട്ടികൾക്ക് മരണം സംഭവിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. കോടഞ്ചേരി ചന്ദ്രൻകുന്നേൽ ബിജു ഷിബ ദമ്പതികളുടെ മക്കളായ നിതിൻ, ഐബിൻ എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. ഇവരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും അങ്ങേയറ്റം ആകസ്മികവും ഞെട്ടിക്കുന്നതുമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. കോഴിക്കോട് കോടഞ്ചേരിയിൽ തോട്ടിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ കുട്ടികളാണ് ഷോക്കേറ്റ് മരിച്ചത്. തോട്ടിലേക്ക് വൈദ്യുത പോസ്റ്റ് കനത്ത മഴയെ തുടർന്ന് മറിഞ്ഞു വീണിരുന്നു. അങ്ങനെയാണ് തോട്ടിൽ നിന്ന് ഷോക്കേൽക്കുന്ന സാഹചര്യമുണ്ടായത്. അനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി പാമ്പാടുംപാറയിൽ മരം വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. കോഴിക്കോട് വടകരയിൽ ബൈക്കിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് ബൈക്ക് യാത്രക്കാരനാണ് മരിച്ചത്. മലപ്പുറം അരീക്കോട് വീടിന്റെ ചുമർ തകർന്ന് വീണ് കൈക്കുഞ്ഞിന് പരിക്കേറ്റു. ഇതിനിടെ മലങ്കര ഭൂതത്താൻകെട്ട് ഡാമുകൾ തുറന്നു. സംസ്ഥാനത്തുടനീളം മഴ ശക്തമായി തുടരുകയാണ്. മരങ്ങൾ വ്യാപകമായി കടപുഴകി. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം തകരാറിലാണ്. ഇടുക്കി പാമ്പാടുംപാറയിൽ വിറക് ശേഖരിക്കുന്നതിനിടെ മരം വീണ് പരിക്കേറ്റ തൊഴിലാളി സ്ത്രീ മരിച്ചു. മധ്യപ്രദേശ് സ്വദേശി തേനി മെഡിക്കൽ കോളേജിൽ മരിച്ചത്. രാജകുമാരിയിൽ വീടിന് മുകളിലേക്ക് മരം വീണു. തൃത്താല തിരുമിറ്റക്കോട് തോട്ടിൽ മീൻ പിടിക്കാൻ പോയ നെല്ലിക്കാട്ടരി സ്വദേശി സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം അരീക്കോട് വാലില്ലാപ്പുഴയിൽ മതിൽ വീട്ടിലേക്ക് ഇടിഞ്ഞു വീണ കൈക്കുഞ്ഞിന് പരിക്കേറ്റു. കഴിഞ്ഞ മഴക്കാലത്ത് ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. പന്നിയേരി ഉന്നതിയിലാണ് അപകടം. ഒരു കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. തൊട്ടിൽ പാലത്ത് കരിങ്ങാട് തോടിന്റെ തീരം ഇടിഞ്ഞതോടെ 4 കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. പാലക്കാട് അട്ടപ്പാടിയിൽ ധോണികുണ്ട് കാരറ റോഡ് ഒലിച്ചുപോയി. ഒറ്റപ്പാലം 19 മൈലിൽ മരം റോഡിലേക്ക് വീണതിനെ തുടർന്ന് പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പത്തിരിപ്പാലയിൽ ടൂറിസ്റ്റ് ബസിന് മുകളിലേക്ക് മരം വീണു. മഴയിൽ പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഒറ്റപ്പാലം കിഴക്കേത്തോട് പാലത്തിൽ മണ്ണിടിച്ചിലുണ്ടായി. ഇതോടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് മൈതാനത്തും വൻമരം കടപുഴകി. പത്തനംതിട്ടയിൽ അച്ചൻകോവിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ടയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 2 കിലോമീറ്ററോളം ഒഴുക്കിനൊപ്പം നീന്തിയ ശേഷമാണ് ഇദ്ദേഹം കരയ്ക്ക് കയറിയത്. തിരുവല്ല പൊടിയാടിയിൽ മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. ഇളകൊള്ളൂരിൽ വീടിന് മുകളിലേക്ക് മരം വീണു. തിരുവല്ല പൊടിയാടിയിൽ തെങ്ങ് കടപുഴകി വീണ 7 ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. കോട്ടയം ജില്ലയിൽ ചൊവ്വാഴ്ച വരെ ഖനനവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനവും നിരോധിച്ചിട്ടുണ്ട്. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രികാല യാത്ര പാടില്ല. നാടുകാണി ചുരം വഴിയുള്ള യാത്ര ഒഴിവാക്കണം. നീലഗിരിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ 2 ദിവസത്തേക്ക് അടച്ചു. കൊല്ലം തിരുമുല്ലവാരം ബീച്ചിന് സമീപം പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിന് മുകളിലേക്ക് വീണ മരം ഫയർഫോഴ്സ് എത്തി മുറിച്ചു മാറ്റി. തേവള്ളി ബോയ്സ് സ്കൂളിൽ മേൽക്കൂരയിലെ ഓടുകൾ ഇളകി വീണു. സാമ്പ്രാണിക്കൊടി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ബോട്ടിംഗ് സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്. മഴയും നീരൊഴുക്കും കനത്തതോടെ ഡാമുകളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. ജലനിരപ്പ് ക്രമീകരിക്കാൻ ഭൂതത്താൻകെട്ട് മലങ്കര ഡാമുകൾ തുറന്നു. കേരള തീരത്ത് നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. 8 ജില്ലകളിലെ തീരമേഖലയിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും നാളെ രാത്രി വരെ കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. റോഡിന് കുറുകെ താഴ്ന്നു കിടന്ന കേബിൾ വയറിൽ കുടുങ്ങി സ്കൂട്ടർ നിയന്ത്രണം തെറ്റി വൈദ്യുത പോസ്റ്റിലിടിച്ച് യാത്രക്കാരൻ മരിച്ചു. പാലക്കാട് കണ്ണമ്പ്ര കിഴക്കേ വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. പുളിങ്കൂട്ടം തെക്കേത്തറ റോഡിലായിരുന്നു സംഭവം. പോസ്റ്റിലിടിച്ച് വീണതിന്റെ ആഘാതത്തിൽ തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഉണ്ണികൃഷ്ണനെ ഉടൻ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നു. 27 ഷട്ടറുകളിൽ 10 എണ്ണമാണ് തുറന്നത്. 3.5 മീറ്ററാണ് തടയണയുടെ സംഭരണശേഷി. നിലവിൽ 2.5 മീറ്റർ വരെ വെള്ളം ഉയർന്നപ്പോഴാണ് ഷട്ടറുകൾ തുറന്നത്.
കനത്ത മഴയിൽ പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഒറ്റപ്പാലം കിഴക്കേത്തോട് പാലത്തിന്റെ സമീപം മണ്ണിടിച്ചിൽ. ഇതേ തുടർന്ന് ഒറ്റപ്പാലത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഒറ്റപ്പാലത്ത് നിന്ന് പാലപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ പാലത്തിന്റെ ഇടതുഭാഗത്തായിരുന്നു മണ്ണിടിച്ചിൽ. മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞ് റോഡിന് തകരാർ സംഭവിക്കാതിരിക്കാൻ താൽക്കാലിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. ഒറ്റപ്പാലം സബ് കളക്ടർ ഉൾപ്പെടുന്ന റവന്യൂ സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. മലപ്പുറത്ത് ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. കാക്കഞ്ചേരി കിൻഫ്ര പാർക്കിന് സമീപമാണ് വലിയ വിള്ളൽ രൂപപ്പെട്ടത്. കൂരിയാടിന് സമാനമായി മണ്ണിട്ടുയർത്തി നിർമ്മിച്ച പാതയാണ് ഇവിടെയും. വയൽ നികത്തി നിർമ്മിച്ചതല്ലെങ്കിലും നിർമ്മാണം പൂർത്തിയായ മേഖലയിൽ വിള്ളൽ കണ്ടത് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. നിലമ്പൂരിൽ അംഗം കുറിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ജൂൺ 19-നാണ് വോട്ടെടുപ്പ്, 23-ന് വോട്ടെണ്ണൽ. നാളെ വിജ്ഞാപനം പുറപ്പെടുവിക്കും. അതോടെ പെരുമാറ്റച്ചട്ടവും നിലവിൽ വരും. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉടൻ തന്നെ ഉണ്ടാവും. ആര്യാടൻ ഷൌക്കത്തോ VS ജോയിയോ സ്ഥാനാർത്ഥിയെന്ന് 24 മണിക്കൂറിനകം പ്രഖ്യാപിക്കാനാണ് UDF തീരുമാനം. ഈ ആഴ്ച തന്നെ LDF സ്ഥാനാർത്ഥിയെയും അറിയാം. അടുത്ത മാസം 19-ന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെ വെറും 25 ദിവസമാണ് മുന്നണികൾക്ക് പ്രചാരണത്തിൽ ലഭിക്കുക. 23-നാണ് വോട്ടെണ്ണൽ. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ UDFന്റെ സ്ഥാനാർത്ഥി ആരാകും എന്ന ചോദ്യമാണ് ആദ്യമായി ഉയരുന്നത്. 2 പേരുകളാണ് പരിഗണനയിലുള്ളത്. ഒന്ന് VS ജോയ്, 2 ആര്യടൻ ഷൌക്കത്ത്. VS ജോയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ഘടകങ്ങൾ ഒട്ടനവധിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിൽ MLA ആയിരുന്ന രാജിവെച്ച PV അൻവറിന്റെ പരസ്യ പിന്തുണ തന്നെയാണ്. തനിക്ക് പിൻഗാമിയായി VS ജോയ് വരണമെന്ന് അൻവർ രാജിവെക്ക അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിരുന്നു. അൻവർ UDFലും ജോയിക്ക് വേണ്ടി വലിയ സമ്മർദ്ദത്തിലെത്തുന്നുമുണ്ട്. അതിനപ്പുറം മലപ്പുറം DCC പ്രസിഡന്റാണ്, യുവ നേതാവാണ്, മലയോര മേഖലയിൽ നിന്നുള്ള നേതാവാണ്. ഇതെല്ലാം തന്നെ ജോയിയെ സംബന്ധിച്ച് അനുകൂല ഘടകങ്ങളാണെന്ന് അദ്ദേഹത്തിനൊപ്പമുള്ളവർ പറയുന്നു. മറുവശത്ത് ആര്യടൻ ഷൌക്കത്ത് ആര്യടൻ മുഹമ്മദിന്റെ പാരമ്പര്യത്തിന്റെ അടയാളമാണ്. തനിക്ക് നിലമ്പൂരിൽ ഏത് സാഹചര്യത്തിലും മത്സരിക്കാനുള്ള അവസരം വേണമെന്ന് അദ്ദേഹം വലിയ സമ്മർദ്ദം ഇതിനോടകം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൽ ചെലുത്തിയിട്ടുണ്ട്. മണ്ഡലത്തിലുള്ള സ്വാധീനം, എല്ലാ സാമുദായിക സംഘടനകളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ തന്നെ ആര്യടൻ ഷൌക്കത്തിന്റെ അനുകൂല ഘടകങ്ങളാണ്. അതിനപ്പുറം അൻവർ നിർദ്ദേശിക്കുന്ന ആൾക്ക് അൻവർ UDFന്റെ ഭാഗമാകുന്നതിന് മുൻപേ അവസരം കൊടുക്കുന്നത് അൻവറിന് അനാവശ്യ മേൽക്കൈ പാർട്ടിയിൽ നൽകുമെന്ന വലിയ ചർച്ചകളും കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. ഇതും ആര്യടൻ ഷൌക്കത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് കാണുന്നത്. ഈ 2 പേരുകൾക്കപ്പുറം മറ്റൊരു സാധ്യത ഇതുവരെ UDFൽ നിലമ്പൂരിൽ ഇല്ല. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആരെന്ന് അറിഞ്ഞതിന് ശേഷമേ ആദ്യം LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകൂ എന്നായിരുന്നു പാർട്ടി നേതൃത്വങ്ങൾ പറഞ്ഞതെങ്കിലും ഇപ്പോൾ പാർട്ടി സ്വതന്ത്രനെ മത്സരിപ്പിക്കില്ല എന്ന തരത്തിലേക്കാണ് സാഹചര്യങ്ങൾ നീങ്ങുന്നത്. മറിച്ച് പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിയുടെ തന്നെ ഏതെങ്കിലും നേതാക്കളായിരിക്കും ഉണ്ടാവുക. DYFയുടെ ജില്ലാ പ്രസിഡന്റ് P ഷബീറിന്റെ പേരിനാണ് അതിൽ മുൻതൂക്കമുള്ളത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ VM ഷൌക്കത്ത് അലി, അദ്ദേഹം നിലമ്പൂർ സ്വദേശി, അദ്ദേഹം മഞ്ചേരി സ്വദേശിയാണ്, നിലമ്പൂരിൽ ഏറെക്കാലമായി പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പേരും സജീവ പരിഗണനയിലുണ്ട്. ഇനി അതല്ല, അതിനപ്പുറം സ്വതന്ത്രരുടെ പേരുകൾ പരിഗണിക്കുകയാണെങ്കിൽ മാത്യു സെബാസ്റ്റ്യൻ എന്ന മലയോര നേതാവിനെ, അതായത് അദ്ദേഹം കേരള കോൺഗ്രസിന്റെ മുൻ നേതാവായിരുന്നു, അദ്ദേഹം മലയോര മേഖലയിലുള്ള നേതാവാണ്, ക്രൈസ്തവ സംഘടനകളുമായി വലിയ ബന്ധമുള്ള ആളാണ്, മലയോര കർഷക മേഖലകളിലും വലിയ സ്വാധീനമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പേരും പാർട്ടിയുടെ പരിഗണനയിൽ ഉണ്ടാകും. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പരിഗണിക്കുകയാണെങ്കിൽ അത്തരത്തിൽ പല പേരുകൾ ഉയരുന്നുണ്ടെങ്കിൽ പോലും പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ എന്ന സാധ്യതയിലേക്ക് തന്നെയാണ് LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ കാര്യങ്ങൾ വിലയിരുത്തുന്നത്. അതോടൊപ്പം NDAക്ക് വലിയ വോട്ട് ബാങ്ക് ഒന്നും ഇല്ലെങ്കിലും തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് NDAയുടെ ഭാഗത്തുണ്ടാവുക. നവ്യ ഹരിദാസിന്റെ പേരായിരുന്നു ഇവിടെ സജീവമായി ചർച്ചയിലുണ്ടായിരുന്നത്. അതേസമയം ഷോൺ ജോർജിന്റെ പേരും മേഖലയിലെ ക്രൈസ്തവ വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കാൻ ഷോണിന് സാധിക്കുമെന്നൊരു വിലയിരുത്തലുള്ളതുകൊണ്ട് ഷോൺ ജോർജിന്റെ പേര് വരെ ഇവിടെ ചർച്ചയിൽ ഉണ്ടായിരുന്നു. നവ്യ ഹരിദാസിന്റെ പേരായിരുന്നു അവസാന ഘട്ടത്തിലും ഈ ഒരു ചർച്ചകളിൽ ഉയർന്നു കേട്ടിരുന്നത്. എന്താണെങ്കിലും ആരാകും ഈ സ്ഥാനാർത്ഥി എന്നതിൽ ഇനി ഏറെ ഒരു കാത്തിരിപ്പിന്റെ ആവശ്യമില്ല. ഏറ്റവും പ്രധാനം UDFന്റെ സ്ഥാനാർത്ഥി ആരാകും എന്നത് തന്നെയാണ്. അതായിരിക്കും നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതി നിർണ്ണയിക്കുന്ന ഒരു ഘടകവും. നിലമ്പൂരിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18.